ഗലാത്യർ 1:11-12 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഗലാത്യർ 1:11 സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ മനുഷ്യരാൽ പഠിച്ചിട്ടുമില്ല. 12 വാക്യത്തിൽ കാണുന്നുണ്ട്, ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ ഞാൻ പ്രാപിച്ചത്. അപ്പോൾ മനുഷ്യരിൽ നിന്ന് താൻ പഠിച്ചിട്ടില്ല, പ്രാപിച്ചിട്ടില്ല. പിന്നെ സഭയെ അറിയിച്ചത് എങ്ങനെയാ? സഭയെ അറിയിച്ചത് 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ തന്നെ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുകയും ചെയ്യുന്നത് എന്തെന്നാൽ. പൗലോസ് മുഴുവൻ പ്രാപിച്ചത്, സ്വീകരിച്ചത് കർത്താവിൽ നിന്നാണ്, പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേവലം ബുദ്ധിയുടെ പ്രമാണങ്ങളിൽ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാകാതെ തലകൊണ്ട് മാത്രം ചിന്തിച്ച് ഊഹിച്ച് ഒരു ഊഹാഭോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പകുതി വിശ്വസിച്ച് പകുതി അവിശ്വസിച്ച് ജീവിതം നയിക്കുന്നവരാകാതെ ക്രിസ്തു യേശു ആര് എന്നുള്ള വെളിപ്പാട്, ആ വെളിപ്പാട് നമുക്ക് തരുന്നത്, അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവാണ്. ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട്, പ്രത്യേകിച്ച് പരിശുദ്ധ ആത്മാവിനോട് പറയണം, പരിശുദ്ധ ആത്മാവേ, എനിക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ റെവലേഷൻ എൻ്റെ അകത്ത് തരണമേ എന്ന്. കാരണം പരിശുദ്ധാത്മാവ് എപ്പോഴും പഠിപ്പിക്കുന്ന സബ്ജക്റ്റ്, പരിശുദ്ധാത്മാവ് എപ്പോഴും നമുക്ക് നൽകിത്തരുന്ന ബോധ്യം ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധ്യമാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യനിൽ വന്നാൽ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുവാൻ പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ആർക്കും സാധ്യമല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. മറിയത്തിൻ്റെ മുകളിൽ പരിശുദ്ധ ആത്മാവ് നിഴലിട്ടപ്പോൾ, മറിയത്തിൻ്റെ മുകളിൽ പരിശുദ്ധ ആത്മാവ് വന്നപ്പോൾ മറിയത്തിനകത്ത് ക്രിസ്തു ഉരുവായതുപോലെ നിങ്ങളുടെ മുകളിൽ പരിശുദ്ധ ആത്മാവ് കടന്നു വരുമ്പോൾ, നിങ്ങൾ പരിശുദ്ധ ആത്മാവിൽ നിറയപ്പെടുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ആത്മമനുഷ്യനിൽ ക്രിസ്തു ജനിക്കുവാനും ക്രിസ്തു വളരുവാനും ഇടയായിത്തീരും. അതുകൊണ്ട് എപ്പോഴും പരിശുദ്ധ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരണം ആഴമായി ക്രിസ്തു ആരാണ്, തൻ്റെ വചനം എന്താണ്. കാരണം എല്ലാ പുസ്തകങ്ങളുടെയും പിറകിൽ ഒരു എഴുത്തുകാരനുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ പുസ്തകങ്ങളുടെയും പിറകിൽ ഒരു എഴുത്തുകാരനുണ്ട്. ആ ഒരു പാട്ട് പുസ്തകം പോലും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് പാട്ട് എഴുതിയവരുണ്ട്, അത് ട്യൂൺ ചെയ്തവരുണ്ട്. നാം വായിക്കുന്ന എല്ലാ പുസ്തകങ്ങളുടെയും പിറകിൽ എഴുത്തുകാരുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിൾ എന്ന ഗ്രന്ഥത്തിൻ്റെ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പിറകിൽ ചലിച്ചിരിക്കുന്നത്, വ്യാപരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗത്താൽ എഴുതിയ തിരുവെഴുത്തുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എത്ര മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞു തരാം. മാത്സ് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ മാത്സ് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. കെമിസ്ട്രി അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ കെമിസ്ട്രി പഠിപ്പിക്കാൻ കഴിയുള്ളൂ. ഹിന്ദി അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഹിന്ദി പഠിപ്പിച്ചു തരാൻ കഴിയുകയുള്ളൂ. വചനം എഴുതിയ, വചനത്തിൻ്റെ പിറകിൽ ചലിച്ച ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആ വചനത്തെ കൃത്യമായി വിളംബരം ചെയ്യുവാനും വ്യാഖ്യാനിക്കുവാനും വെളിപ്പെടുത്തി തരുവാനും കഴിയുകയുള്ളൂ. എന്നാൽ ഇതൊരാളിൽ മാത്രം നിക്ഷിപ്തമല്ല. പരിശുദ്ധാത്മാവുള്ള സകല വ്യക്തികളിലും ഇത് സംഭവിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ നോക്കിയിട്ട് യേശു കർത്താവ് പറഞ്ഞത്, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ കണ്ണുകളെ തുറന്നു, അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചു. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നിന്റെ കണ്ണുകളിൽ പുരട്ടേണ്ടതിന് നീ എൻ്റെ കയ്യിൽ നിന്ന് ലേപം, എണ്ണ വിലയ്ക്ക് വാങ്ങുവാൻ. ആ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ നമ്മുടെ കണ്ണിൽ വന്നാൽ, ആ പരിശുദ്ധാത്മാവാകുന്ന ഓയിൽ നമ്മുടെ മേൽ വീണാൽ, ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വെളിപ്പെട്ടാൽ തിരുവെഴുത്തുകളെ ആഴമായി നമുക്ക് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും കഴിയും. ബൈബിൾ തുറന്നു വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു നോട്ട്ബുക്ക് എടുത്തു വെച്ച്, പേന എടുത്തു വെച്ച് നിങ്ങൾ ആദ്യം പറയേണ്ട, പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാണ്: പരിശുദ്ധാത്മാവേ,
അവിടുത്തെ സാന്നിധ്യത്താലും അവിടുത്തെ നിയോഗത്താലുമാണല്ലോ ഈ വചനം എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ വചനത്തെ ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ, ഇതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുവാൻ, ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ ലഭിക്കുവാൻ എനിക്ക് കൃപ തരണമേ, എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നെങ്കിൽ, ആശ്വാസപ്രദനായ, കാര്യസ്ഥനായ, സകല സത്യത്തിലും വഴി നടത്തുന്ന, സകലത്തെയും വെളിപ്പെടുത്തി തരുന്ന, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾക്കത് ആഴമായി വെളിപ്പെടുത്തി തരുവാനിടയാകും. ഇതുകൊണ്ടാണ് ജെറുസലേമിൽ പെരുന്നാൾ ആഘോഷിച്ചിട്ട്, ജെറുസലേമിൽ ഉത്സവം ആഘോഷിച്ചിട്ട് മടങ്ങിപ്പോകുന്ന എത്യോപ്യയിലെ ആ ഷണ്ണനും മഹാനും കാര്യവിചാരകനുമായവൻ ഫിലിപ്പോസിനോട് ചോദിച്ചത്. ഫിലിപ്പോസ് അവനോട് ചോദിക്കുന്നുണ്ട്, തേരിന് പുറത്തു നിന്നുകൊണ്ട്, നീ വായിക്കുന്നത് വല്ലോ ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ആ എത്യോപ്യ എന്ന രാജ്യത്തിൻ്റെ മഹാനും കാര്യവിചാരകനുമാകുന്ന ആ ഷണ്ണൻ യെശയ്യാവ് എന്ന പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫിലിപ്പോസ് പുറത്തു നിന്ന്, തേരിൻ്റെ പുറത്തു നിന്ന് ചോദിക്കുന്നുണ്ട്, നീ വായിക്കുന്നവല്ലോ നിനക്ക് മനസ്സിലാകുന്നുണ്ടോ, നീ ഗ്രഹിക്കുന്നുണ്ടോ? ഉടനെ അകത്ത് നിന്നുകൊണ്ട് ഈ മനുഷ്യൻ സത്യസന്ധമായിട്ട് അതിന് ഉത്തരം പറഞ്ഞത്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാനില്ലായകയാൽ ഞാൻ ഇതെങ്ങനെ ഗ്രഹിക്കും? അപ്പോൾ ബൈബിൾ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും, അത് റീഡ് ചെയ്യുന്നുണ്ടെങ്കിലും, അത് വ്യാഖ്യാനിച്ചു തരുന്നത്, അതിൻ്റെ ആഴങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, പൊരുള് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, മറനീക്കി നമുക്കത് കാണിച്ചു തരുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അല്ലെങ്കിൽ കേവലം നമുക്ക് കിട്ടുന്നത് കുറച്ച് ഇൻഫർമേഷനുകൾ മാത്രമായിരിക്കും. എന്നാൽ ആ ഇൻഫർമേഷൻ്റെ റിലത്തിൽ നിന്നും നിങ്ങൾ ആ റെവലേഷൻ്റെ ആത്മതലത്തിലേക്ക് കയറുവാനിടയാകണം. യേശുവിനെ നിങ്ങളുടെ അകത്ത് ഒരു വെളിപ്പാടായി നിങ്ങൾ കൊണ്ടു നടക്കണം. ഹല്ലേലൂയ. അതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-9 വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നു, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മം, അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന ആ മിസ്റ്ററി, ഇത് അപ്പോസ്തലനായ പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, അത് പ്രകാശിപ്പിച്ചു കൊടുത്തു, അതിനുള്ള കൃപ തനിക്ക് ലഭിച്ചു. അവിടെയാണ് എഫേസ്യർ 3:14 മുതലുള്ള വാക്യങ്ങളിൽ ഈ ദൈവമനുഷ്യൻ പറയുന്നത്, അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. എന്തിനു വേണ്ടി മുട്ടുകുത്തുന്നു? അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ അകത്തൊരു മനുഷ്യനുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഒരാത്മ മനുഷ്യനുണ്ട്, നിങ്ങളുടെ അകത്ത് ഒരാത്മീക മനുഷ്യനുണ്ട്. നിങ്ങളുടെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നിങ്ങളുടെ അകത്ത മനുഷ്യൻ ആത്മ മനുഷ്യനായി മാറി. 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിനകത്ത് വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിവാൻ പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവോളവും നിറഞ്ഞു വരികയും വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുറഞ്ഞു പോകുകയല്ല, നിറഞ്ഞു വരണം. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ എല്ലാ നിറവോളവും നിങ്ങൾ നിറഞ്ഞു വരണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയാൻ നിങ്ങൾ പ്രാപ്തരാകണം. അതിൻ്റെ വീതി, അതിൻ്റെ നീളം, അതിൻ്റെ ഉയരം, അതിൻ്റെ ആഴം എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അവനിലുള്ള വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. ആ സ്നേഹത്തിൽ നിങ്ങൾ അടിസ്ഥാനപ്പെടണം. ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത്
പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും വേർവരുവാൻ കാരണമായ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ തന്ന് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. കേവലം ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ കൈകൊട്ടുന്നവരല്ല, കേവലം ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ സ്തോത്രം പറയുന്നവരല്ല, കേവലം എന്തോ എവിടോ കേട്ട് ഇറങ്ങിയവരല്ല. ശരിക്കും കർത്താവിനെ കുറിച്ച്, യേശുവിനെ കുറിച്ച് ആഴമേറിയ വെളിപ്പാടിൽ ജീവിക്കുന്നവരാകണം. ആ വെളിപ്പാട് നമുക്ക് തരുന്നത്, അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് യേശുവിനെ കുറിച്ച് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ കഴിയുന്നത് പോലെ ഈ ലോകത്തിലെ ഒരു കോളേജുകൾക്കും ഒരു പുസ്തകങ്ങൾക്കും ഒരു വ്യക്തികൾക്കും വെളിപ്പെടുത്തി തരുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇപ്പോൾ എന്നെ ഈ ലൈവിലൂടെ കാണുന്ന പ്രിയപ്പെട്ടവര് ആ കൈകളെ ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് പറയണം, പരിശുദ്ധാത്മാവേ, യേശുവിനെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടിനാൽ എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. അങ്ങനെ സംഭവിക്കുമ്പോൾ 20-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഞാൻ തീർച്ചയായിട്ടും ഇങ്ങനെ വിശ്വസിക്കുന്നു, ക്രിസ്തുവിൻ്റെ എല്ലാ നിറവോളവും നിങ്ങൾ നിറഞ്ഞു വന്നാൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വേരൂന്നിയാൽ, അവനുള്ള വിശ്വാസം നിങ്ങളിൽ വർദ്ധിച്ചാൽ, നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിനപ്പുറമായ നിലകളിൽ, നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമായി അത്യന്തപരമായി നിങ്ങളിൽ വലിയ ഒരു ആത്മശക്തി വ്യാപരിക്കും. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ എറണാകുളം ചർച്ചിലായിരുന്നു ശുശ്രൂഷ ചെയ്തിരുന്നത്. എറണാകുളത്തുള്ള ഒത്തിരി പ്രിയപ്പെട്ടവർ ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കറിയാം, ആ മീറ്റിങ്ങിലേക്ക് ഞാൻ ശുശ്രൂഷിക്കാനായി കയറിയ സാഹചര്യത്തിൽ അസാധാരണമായ ഒരു ആത്മസാന്നിധ്യം ആരാധനയിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. ആ കൂടി വന്ന ജനങ്ങൾ മുഴുവൻ അത് എക്സ്പീരിയൻസ് ചെയ്യുവാൻ തുടങ്ങി. അന്നത്തെ മീറ്റിങ്ങിൽ വന്ന അനേക പ്രിയപ്പെട്ടവർ, ഏകദേശം ഒരു 20-ലധികം ആളുകളെങ്കിലും മുന്നോട്ട് വന്ന് അവർക്ക് ലഭിച്ച അത്ഭുത സൗഖ്യത്തെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ അവർ പങ്കുവച്ചു. ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത നിലകളിൽ എല്ലാവരും നിന്ന് കരയുന്നത് പോലെയും ചിലർ നെടുമ്പാട് വീഴുന്നത് പോലെയും അസാധാരണമായ ആത്മശക്തിയിലേക്ക് ആ ശുശ്രൂഷകൾ നീങ്ങിയപ്പോൾ പിന്നെ വ്യക്തിപരമായി എനിക്ക് അവിടെ ഒന്നും ചെയ്യാനില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായി. കുറച്ച് സമയം മാത്രമേ ഏറ്റവും ഒടുവിൽ വചനം പ്രസംഗിച്ചുള്ളൂ. എന്നാൽ ഇടയ്ക്കെല്ലാം വചനങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അസാധാരണമായ ദൈവശക്തി ഇറങ്ങി വന്ന് ഒത്തിരി ജീവിതങ്ങളെ സുഖപ്പെടുത്തി. അത് ചെറിയ നിലകളിലുള്ള ഹീലിംഗ് അല്ല നടന്നത്. അതിൻ്റെ ടെസ്റ്റ് മണികൾ നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ കേൾക്കണം. അസാധാരണമായ അത്ഭുതകരമായ, സത്യം പറഞ്ഞാൽ ആ സാക്ഷ്യം കേട്ടുകൊണ്ട് നിന്ന് ഞാൻ ഉൾപ്പെടെ കരഞ്ഞുപോയ നിലകളിൽ ദൈവത്തിന്റെ ശക്തി അവിടെ മാനിഫെസ്റ്റ് ചെയ്തു. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ അകത്ത് ക്രിസ്തുവിലുള്ള വിശ്വാസമുണ്ടായാൽ, ഞാൻ പറഞ്ഞു, കർത്താവ് സൗഖ്യം നൽകുന്നവനാണ്, യേശു സുഖപ്പെടുത്തുന്നവനാണ്. 2023 വർഷങ്ങൾക്ക് മുൻപ്, അല്ലെങ്കിൽ 2024 വർഷങ്ങൾക്ക് മുൻപ് ഗലീലയിലൂടെയും കപർന്നഹോമിലൂടെയും ഒക്കെ സഞ്ചരിച്ച് അന്ധന് കാഴ്ച കൊടുത്ത, ചെകിടന്റെ ചെവിയെ കേൾപ്പിച്ച, ഊമരെ സംസാരിപ്പിച്ച, മരിച്ചവരെ ഉയർപ്പിച്ച, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയ, മുടന്തന്മാരെ നടത്തിയ, 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച, കടലിന്റെ മുകളിലൂടെ നടന്ന, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ഈ കർത്താവിന് കബറിലല്ല, കല്ലറയിലല്ല, ഒളിവിലല്ല, മോർച്ചറിയിലല്ല, ലീവിലല്ല, കണ്ണാടിപ്പെട്ടിക്കകത്തല്ല. ഈ കർത്താവ് ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. യേശു കർത്താവ് ഇപ്പോഴും ജീവിക്കുന്ന കർത്താവാണ്.
ആ വെളിപ്പാട് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ യേശു ഇപ്പോഴും ജീവിക്കുന്നു, യേശു ഇപ്പോഴും രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ഇപ്പോഴും അത്ഭുതങ്ങളെ ചെയ്യുന്നു. ഈ വെളിപ്പാട് അതൊരു ബുദ്ധിയല്ല, അതൊരു ബുദ്ധി കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുകയില്ല. കാരണം പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ ശുശ്രൂഷ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾ അല്ല, അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പ്രദർശനമാണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവന് ഭോഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നിങ്ങൾക്കോ ഇത് ദൈവശക്തിയാണ്. ഇത് ബുദ്ധി കൊണ്ട് പിടിക്കാൻ പറ്റുന്നതല്ല. മനുഷ്യന്റെ ബുദ്ധി ദൈവത്തിന് മുമ്പിൽ ഭോഷത്വമെന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, നമ്മുടെ അകത്ത് കർത്താവായ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടിന്റെ ആഴം എത്ര വലുതാണോ അത്രയും അധികം ദൈവശക്തി നമ്മിലൂടെ വ്യാപരിക്കുവാനിടയാകും. ഹല്ലേലൂയ. ഈ 2025 ഒരു വലിയ ഗ്രേറ്റ് ഗ്രേസ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സറൗണ്ട് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ കൃപ നിങ്ങൾക്കുണ്ടാകട്ടെ. കാലം അതിൻ്റെ അന്ത്യത്തിലേക്കും ലോകം അതിൻ്റെ അവസാനത്തിലേക്കും പോകുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് അതിവേഗത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. സത്യമായിട്ടും കർത്താവിൻ്റെ വചനത്തിൽ യേശുവിൻ്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ താൻ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങൾ ഒട്ടുമുക്കാലെല്ലാം, ഒന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇനി അതിൽ എന്താ നടക്കാനുള്ളത്, എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം അതിശക്തമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ജാതിയോടും രാജ്യങ്ങളോടും എതിർത്തുകൊണ്ടിരിക്കുന്നു. ക്ഷാമങ്ങളും ഭൂചലനങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മഹാവ്യാധികൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പാട്ടുകാരൻ പാടിയതുപോലെ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കുക, പ്രിയൻ വരുവതിന് താമസമേറെയില്ല. ആമീൻ. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നേ. രാജ്യങ്ങളോട് എതിർത്ത് തുടങ്ങിയല്ലോ, ഒരുങ്ങിയിടാം എന്ന് എഴുതിയിരിക്കുന്നത് പോലെ യേശുവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്ക്, യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക്, കർത്താവിൻ്റെ മടങ്ങിവരവിന് ഇനി അധികം കാലമില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നമ്മളൊക്കെ പ്രതീക്ഷിച്ച സമയത്തെക്കാളൊക്കെ മുൻപ് തന്നെ രക്ഷകന്റെ പാദം നമ്മളുടെ വീടുവാതിക്കൽ എത്തിയിരിക്കുകയാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മധ്യാകാശത്തിൽ കടന്നു വരുവാൻ ആ നാളുകൾ ഇനി അതിവിദൂരമല്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് രാത്രിയിൽ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. സത്യമായിട്ടും അതും ഒരു റെവലേഷനാണ്. ഇപ്പൊ യേശു മടങ്ങി വരും, കർത്താവ് രണ്ടാമത് വരുമെന്ന് പറയുമ്പോഴും ചിലർ ചിരിക്കും, ചിലർ പരിഹസിക്കും. എന്നാൽ അതും അകത്തൊരു വെളിപ്പാടായി ലഭിച്ചവരുണ്ട്. നോഹയുടെ കാലത്ത് നോഹയോട് ദൈവം പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. നോഹ പെട്ടകം ഉണ്ടാക്കി. മഴ പെയ്തിട്ടില്ലാത്ത കാലഘട്ടം, അതുവരെ ഭൂമിയിൽ മഴ പെയ്തിട്ടില്ല. ഈ ഫ്ലഡ്, വെള്ളപ്പൊക്കം എന്താണെന്ന് അവർ കണ്ടിട്ടില്ല. അങ്ങനൊരു കാര്യം ഉണ്ടായിട്ടില്ല. അങ്ങനൊരു കാര്യം ഉണ്ടാകാതിരിക്കെ, സംഭവിച്ചിട്ടില്ലാതിരിക്കെ, മഴയെന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാകാതിരിക്കെ, അങ്ങനൊരു കാര്യം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സമൂഹത്തോട് നോഹ പറഞ്ഞു, മഴ പെയ്യാൻ പോവുകയാണ്, ഫ്ലഡ് വരാൻ പോവുകയാണ്, ഈ ഭൂമി പ്രളയത്താൽ നശിക്കാൻ പോവുകയാണ് എന്ന് ഒക്കെ വിളംബരം ചെയ്തപ്പോൾ, എല്ലാവരും പെട്ടകത്തിനകത്ത് കയറണം എന്നൊക്കെ വിളംബരം ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, ഒറ്റ മക്കളുമാരും കയറാൻ തയ്യാറായില്ല. നോഹ തിരഞ്ഞെടുത്തതായ ആ മൃഗങ്ങൾ മാത്രം പെട്ടകത്തിൽ കയറി. പിന്നെ ആ കുടുംബവും 8 പേർ, മൊത്തത്തിൽ 8 പേർ. പെട്ടകത്തിൻ്റെ വാതിൽ യഹോവയാകുന്ന ദൈവം അടച്ചു. എന്നാൽ മനുഷ്യൻ മഴയെന്തുവാന്ന് അറിഞ്ഞൂടാത്തവൻ, വെള്ളപ്പൊക്കം കണ്ടിട്ടില്ലാത്തവൻ, ഇതൊക്കെ ചുമ്മാ പറയുന്ന കാര്യമാണെന്ന് ചിന്തിച്ച് നിൽക്കുമ്പം അവൻ്റെ കാൽപാദങ്ങൾ നനഞ്ഞു, ആഴിയുടെ ഉറവകൾ തുറന്നു, ഭൂമിയിൽ വെള്ളം പൊങ്ങാൻ തുടങ്ങി. യഹോവയായ ദൈവം പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചു. പിന്നെ ആർക്കും പ്രവേശനമുണ്ടായില്ല. വലിയൊരു ന്യായവിധിയിലേക്ക് ഭൂമി കടന്നുപോയി. നമ്മൾ യേശു മടങ്ങി വരുമെന്നും കർത്താവ് മടങ്ങി വരുമെന്നും യേശു തൻ്റെ മക്കളെ ചേർക്കാൻ വീണ്ടും വരുമെന്നും ഒക്കെ പറയുമ്പോൾ ഇതൊക്കെ ചുമ്മാതാ പറയുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാം. ചുമ്മാതല്ല, ഇത് സത്യമാണ്. ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഓരോ പ്രവചനങ്ങളും ഓരോ കാര്യങ്ങളും അക്ഷരം പ്രതി ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ഷരം പ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് യേശുവിനെ കുറിച്ചുള്ള ആഴമേറിയ റെവലേഷനാണ്. ഞാൻ ഇന്നത്തെ ഈ മെസ്സേജിൽ 2-3 കാര്യങ്ങൾ
നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ, അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീല കടലിൻ്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു. യേശു വലിയ പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഇതവനെ പരീക്ഷിപ്പാനത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. 7-ാമത്തെ വാക്യത്തിനകത്ത് ഫിലിപ്പോസ് കർത്താവിനോട് പറയുന്നുണ്ട്, ഓരോരുത്തൻ അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകുകയില്ല എന്നുത്തരം പറഞ്ഞു. 8-9 വാക്യങ്ങളിൽ എഴുതിയിരിക്കുകയാണ്, ശിഷ്യന്മാരിൽ ഒരുത്തനായി ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അതെന്തുള്ളൂ എന്ന് പറഞ്ഞു. 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആളുകളെ ഇരുത്തുവീൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു, 5000-ഓളം പുരുഷന്മാർ ഇരുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു കർത്താവ് തിബിരിയാസ് എന്ന കടൽക്കരയിൽ നിൽക്കുമ്പോൾ, രോഗികളെ സൗഖ്യപ്പെടുത്തുമ്പോൾ, ഇത് കണ്ടിട്ട് വലിയ പുരുഷാരം യേശുവിൻ്റെ അടുക്കൽ വന്നു. ആ പുരുഷാരം യേശുവിൻ്റെ അടുക്കൽ വരുന്നത് കണ്ടപ്പോൾ യേശു കർത്താവ് ഫിലിപ്പോസിനോട് പറയുകയാണ്, ഇവർക്കെല്ലാവർക്കും ഫുഡ് കൊടുക്കണം, ഇവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കണം. അപ്പോൾ ഫിലിപ്പോസ് തൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണ്, തൻ്റെ ബുദ്ധി കൊണ്ട് കണക്ക് കൂട്ടുകയാണ്. ഓരോരുത്തന് അല്പം അല്പമെങ്കിലും, കുറച്ചെങ്കിലും, ഒരര വയറിനെങ്കിലും കൊടുക്കണമെങ്കിൽ 200 പണത്തിന് അപ്പം മതിയാകില്ല എന്നുത്തരം പറഞ്ഞു. അപ്പോൾ ബുദ്ധി കൊണ്ട് സാഹചര്യത്തെ നോക്കി കണക്ക് കൂട്ടുന്ന ഒരു ഫിലിപ്പോസിനെ നിങ്ങൾക്ക് കാണാം. ജീവിതത്തിൻ്റെ മേഖലകളിൽ, സാഹചര്യങ്ങളിൽ ബുദ്ധികൾ കൊണ്ട് കണക്ക് കൂട്ടുന്നവരുണ്ട്. നമ്മുടെ കണക്ക് കൂട്ടലുകളൊക്കെ എല്ലായ്പ്പോഴും വിജയിച്ചു എന്ന് വരത്തില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റുന്നിടത്താണ് ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറുന്നത്. ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ പത്രോസ് തൻ്റെ സഹോദരനായ അന്ത്രയോസിനോട് പറയുകയാണ്, അവനോട് പറയുകയാണ്, അന്ത്രയോസ് വന്നൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞ്, അന്ത്രയോസ് ഒരു ഇൻഫർമേഷൻ കൊടുത്തു. എന്താണ് അന്ത്രയോസ് കൊടുത്ത ഇൻഫർമേഷൻ? ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്. എന്നിട്ട് പുള്ളി തന്നെ പറയുന്നുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അതെന്തുള്ളൂ. പക്ഷേ ഇത് കേട്ട ഉടനെ, അന്ത്രയോസ് കൊടുത്ത ഇൻഫർമേഷൻ കേട്ട ഉടനെ യേശു കർത്താവ് ആളുകളെ, ജനത്തെ ഇരുത്താൻ പറഞ്ഞു. പുരുഷന്മാർ മാത്രം 5000 പേരുണ്ടായിരുന്നു. സ്ത്രീകളുടെ എണ്ണം അവിടെ എഴുതിയിട്ടില്ല, കുട്ടികളുടെ എണ്ണം എഴുതിയിട്ടില്ല. ഒത്തിരി ആയിരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കൂട്ടിക്കോ. ഇത്രയും ആയിരക്കണക്കിന് ജനങ്ങളുള്ള സ്ഥലത്ത് ഈ 5 അപ്പത്തിനും 2 മീനിനും എന്ത് പ്രസക്തിയാണുള്ളത്? അന്ത്രയോസ് ഇങ്ങനൊരു ഇൻഫർമേഷൻ യേശുവിന് കൊടുക്കുമ്പോൾ എന്ത് കാരണം കൊണ്ടാണ് യേശു കർത്താവ് പുരുഷാരത്തോട് ഇരിക്കാൻ പറഞ്ഞത്? ഒരു സത്യം നമ്മൾ അവിടെ കാണുന്നു. അന്ത്രയോസ് കൊടുത്തത് ഇൻഫർമേഷനാണ്. 5 യവത്തപ്പവും 2 മീനും ഉള്ള ഒരു ബാലകൻ ഇവിടെ ഉണ്ട്. എന്നിട്ട് പുള്ളി തന്നെ പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നും സാധിക്കാനില്ലെന്ന്. പക്ഷെ ആളുകളെ ഇരുത്തുവിന് യേശു പറയുന്നത് ഒരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലുള്ള പറച്ചിലല്ലത്. താൻ ആര് എന്നുള്ള തൻ്റെ റെവലേഷനാണ്. നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ പറയാം. യേശു ആരാണെന്നും തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും തൻ്റെ പിതാവ് ആരാണെന്നുമുള്ള തൻ്റെ റെവലേഷൻ, തൻ്റെ വെളിപ്പാട്, തൻ്റെ വിശ്വാസം, തൻ്റെ ബോധ്യം, യേശുവിൻ്റെ ബോധ്യം. മരുഭൂമിയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് മന്ന വിളമ്പിയവൻ, ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ദീർഘവർഷങ്ങൾ അവരുടെ ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, അവരുടെ മുഴുവൻ ഭക്ഷണ ക്രമീകരണങ്ങളും ചെയ്തവൻ. ആ കർത്താവിന് ഈ 10,000 പേരെ ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. താൻ ആരാണെന്ന് തനിക്ക് വൃത്തിയായിട്ട് അറിയാം. ഇതാണ് ഞാൻ കഴിഞ്ഞ സൺഡേയിൽ എറണാകുളത്ത് നടന്ന ഡെലിവറൻസ് മിനിസ്ട്രിയെ കുറിച്ച് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, ഇന്ന് അസാധാരണമായ ഒരു ഹീലിംഗ് പ്രസൻസ് ഇവിടെയുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല,
യേശു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവിന്റെ സാന്നിധ്യം അസാധാരണമായി ഇവിടെ ഉണ്ട്. അത് ഞങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. അത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. ആ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കറിയാം യേശുവിന്റെ സാന്നിധ്യത്തിന് എന്താ ചെയ്യാൻ പറ്റാത്തത്. യേശു വന്നാൽ, കർത്താവ് നമ്മുടെ മധ്യയിൽ വന്നാൽ അവന് രോഗികളെ സൗഖ്യമാക്കാൻ കഴിയില്ലേ? അവന് ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയില്ലേ? അവൻ അത്ഭുതങ്ങളെ ചെയ്യില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു വിശ്വാസം നമ്മുടെ അകത്തുണ്ടാകണം. വിശ്വാസം ഇല്ലാത്തവനെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. വിശ്വാസം ഇല്ലാത്തവൻ രോഗിയെ മുന്നിലേക്ക് വിളിക്കില്ല. വിശ്വാസം ഇല്ലാത്തവൻ രോഗിയുടെ മേളിൽ കൈവെക്കില്ല. വിശ്വാസം ഇല്ലാത്ത ഒരാൾ പ്രാർത്ഥിക്കാൻ നിൽക്കില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് തന്നെ നിങ്ങളുടെ വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ആശ്രയമാണ്. ദൈവത്തിലുള്ള ആശ്രയമാണ് എന്റെ വിശ്വാസം. ഹല്ലേലൂയ. യഹോവ തന്നെ ആശ്രയമായിരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ ഭാഗ്യവാൻ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നവൻ, അതൊരു ഫെയ്ത്ത് ആണ്. ആളുകളെ ഇരുത്തുവീൻ എന്ന് യേശു പറഞ്ഞത് താൻ ആരെന്നുള്ള തന്റെ റെവലേഷനാണ്. ഒരിക്കൽ പിശാച് യേശുവിനോട് പറഞ്ഞില്ലേ, നീ കല്ലിനോട് അപ്പമായി തീരാൻ പറയാൻ. അപ്പൊ യേശു കർത്താവ് സാത്താനോട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവല്ലോ. പിശാചിന്റെ മുമ്പിൽ യേശു അപ്പം ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. യേശുവിന് അറിയായിരുന്നു താൻ വാ തുറന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിച്ചാൽ ഇല്ലാത്ത അപ്പം ഉണ്ടായി വരുമെന്ന്. പക്ഷെ അത് പിശാചിന്റെ മുമ്പിൽ പ്രൂവ് ചെയ്യേണ്ട ആവശ്യം കർത്താവിനില്ല. അത് ആവശ്യക്കാരന്റെ മുമ്പിൽ കർത്താവ് വിളമ്പിക്കോളും. ഹല്ലേലൂയ. അത് ആവശ്യക്കാരന് വേണ്ടി കർത്താവ് ചെയ്തോളും. അത് വിമർശിക്കുന്നവന് വേണ്ടി, കളിയാക്കുന്നവന് വേണ്ടി ചെയ്യേണ്ട കാര്യം കർത്താവിനില്ല. ആവശ്യക്കാരൻ വരുമ്പോൾ അവൻ സൗഖ്യമാവും. ആവശ്യക്കാരൻ വരുമ്പോൾ അവൻ വിടുതൽ പ്രാപിക്കും. കാരണം ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു, സൗഖ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നീ കല്ലിനോട് അപ്പമാകാൻ സാത്താനും വെറുതെ പറയില്ല കേട്ടോ. സാത്താനും അറിയാം യേശുവിനെ ഈ കല്ലിനെ അപ്പമാക്കാൻ പറ്റുമെന്ന്. പക്ഷെ കർത്താവാക്കിയില്ല. പിശാചിന് ഉറപ്പായിട്ടും അറിയാം. യേശു വാ തുറന്ന് പറഞ്ഞാൽ, യേശു ആ യോർദാനിൽ, ആ സമൂഹത്തിൽ അവിടെ ജീവിക്കുന്ന എല്ലാവരെക്കാളും അധികം യേശു ആരാന്ന് അറിയാവുന്നത് സാത്താനാണ്. നിന്റെ മുകളിൽ യഥാർത്ഥമായ ദൈവീക ഒരു അഭിഷേകം കിടപ്പുണ്ടെന്ന് നിന്നേക്കാൾ അധികം അറിയാവുന്നത് നിന്റെ ശത്രുവിനാണ്. നീ ഒരു ദൈവത്തിന്റെ അഭിഷിക്തനാണെന്നും നീ പൈശാചിക മേഖലയ്ക്ക് ഒരു അസ്വസ്ഥതയാണെന്നും നിന്നേക്കാൾ അധികം, അതല്ലേ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. സാത്താനും വചനം കേട്ട് വിശ്വസിച്ച് അവൻ വിറയ്ക്കുന്നവനാണ് യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. വിറയ്ക്കൂ അഭിഷാച്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാധ്യതകൾ എത്ര അധികമാണെന്നും ദൈവത്തിന്റെ ശക്തി എത്ര വലുതാണെന്നും അവന്റെ മഹത്വം എത്ര വലുതാണെന്നും അവന്റെ വലിപ്പം എത്ര വലുതാണെന്നും അവന്റെ വീര്യപ്രവൃത്തികൾ എത്ര വലുതാണെന്നും വിശ്വാസിയെക്കാളും അറിയാവുന്നത് പിശാചിനാണ്. കാരണം അവൻ അവിടെ ഇരുന്നവനാ. ആ മഹത്വം അവൻ കണ്ടവനാ യഥാർത്ഥമായി. ദൈവത്തിന്റെ മഹത്വം എത്ര വലുതാണെന്നും അവന്റെ അധികാരം എത്ര വലുതാണെന്നും അവന്റെ സിംഹാസനം എന്തെന്നും അവന്റെ പദവി എന്തെന്നും അവന്റെ രാജ്യത്വം എന്തെന്നും അവന്റെ കർത്തൃത്വം എന്തെന്നും വ്യക്തമായിട്ട് പിശാചിനറിയാം. അതുകൊണ്ടല്ലേ ജോബിനെ പരീക്ഷിക്കാൻ സാത്താൻ അവിടെ ചെന്ന് അപേക്ഷിച്ചത്, ഒന്ന് അനുവാദം തരുമെന്ന് ചോദിച്ചത്. കാരണം അവൻ്റെതായിട്ട് ഒന്നും ഇല്ലല്ലോ. പിശാചിന് ഇവിടെ എന്താ ഉള്ളേ? പിശാച് സൃഷ്ടിച്ച എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? പിശാച് പോലും, ആ ലൂസിഫർ എന്ന് പറയുന്നവൻ പോലും, ആ വീണുപോയ കെരൂബായ ആ ദൂതൻ പോലും ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ? ദൈവമല്ലേ അവനെ സൃഷ്ടിച്ചത്? എന്താ അവനിവിടെ ഉള്ളേ? പിന്നെ അവന്റെ കയ്യിൽ ആകെ ഉള്ളത് കുറച്ച് തന്ത്രമാണ്. ഹല്ലേലൂയ. അവനെ വെട്ടി താഴെയിട്ടത് കൊണ്ട്, അവൻ അഹങ്കരിച്ചതിനാൽ, അവൻ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ സിംഹാസനം ഉണ്ടാക്കാൻ തന്റെ ഹൃദയം കൊണ്ട് ചിന്തിച്ചതിനാൽ, ഹല്ലേലൂയ, ദൈവം അവനെ വെട്ടി കൃത്യമായി അവൻ ഭൂമിയിലേക്ക് തന്നെ വീണു. അവൻ ശപിക്കപ്പെട്ടു. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, യേശു കർത്താവ് താൻ ആര് എന്ന് തനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ചില സമയത്ത് പിശാചുക്കൾ ഇത് വിളിച്ചു പറഞ്ഞു, യേശുവിന്റെ ശുശ്രൂഷയെ വിളിച്ചു പറഞ്ഞു യേശു ആരാന്ന്. ഉടനെ അമർച്ചയായിട്ട് ആ ഭൂതങ്ങളെ യേശു ശാസിച്ചു. അത് പറയാതിരിക്കാൻ, അത് പ്രചരിപ്പിക്കാതിരിക്കാൻ, അത് റിവീൽഡ് ആകാതിരിക്കാൻ. അത് റിവീൽഡ് ആയാൽ ദൈവിക പദ്ധതി നിറവേറില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഫിലിപ്പോസ് ഇവർക്ക് തിന്നുവാൻ എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇതവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്.
താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. യോഹന്നാൻ 6:6. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഹല്ലേലൂയ. 7-ാമത്തെ വാക്യത്തിൽ, അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഓരോരുത്തരും അല്പം അല്പം ലഭിക്കാൻ 200 പണത്തിന് അപ്പം മതിയാകില്ലെന്ന് ഫിലിപ്പോസ് പറയുന്നു. 8-9 വാക്യങ്ങളിൽ അന്ത്രയോസ് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നു. അതിന്റെ 10-11 വാക്യങ്ങളിൽ യേശു ആരെന്നുള്ള വെളിപ്പാടിനാൽ പുരുഷാരത്തെ ഇരുത്തുന്നു. അപ്പമീനുകളെ എടുത്ത് ഉയർത്തി പ്രാർത്ഥിക്കുന്നു, വർദ്ധിക്കുന്നു, അത്ഭുതം നടക്കുന്നു. ക്രിസ്തുവിൽ നിങ്ങൾ ആരെന്നുള്ള ബോധ്യം, ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ഞാൻ കർത്താവിന്റെ മകനാണ്, ഞാൻ കർത്താവിന്റെ മകളാണ് എന്നുള്ള നിങ്ങളുടെ ഉറപ്പ്, യേശു സ്വർഗത്തിലെ ദൈവം എൻ്റെ പിതാവാണ്, എൻ്റെ അപ്പായാണ്, എൻ്റെ ദൈവമാണ്, എൻ്റെ എല്ലാമാണ് എന്ന നിങ്ങളുടെ ബോധ്യം, നിങ്ങളുടെ വെളിപ്പാട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരും.